നമസ്കാരം. ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭൂമിയിലും കടലിലും തള്ളുന്നത് നമുക്കിപ്പോൾ വളരെയധികം പ്രശ്നമായിരിക്കുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പായിട്ടുള്ള ആൽക്കെമിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഈ പ്രൊജക്റ്റിന്റെ പേരാണ് പ്ലാസ്റ്റിക് ഇൻസിനറേറ്റർ. ഇത് കാര്യക്ഷമമായ രീതിയിൽ പ്ലാസ്റ്റിക്കിനെ പൊടിച്ച് നമുക്ക് ഭൂമിയിൽ ഡൈജസ്റ്റ് ആവും വിധം അതിനെ സംസ്കരിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് 3 ലെയർ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ലെയറിൽ പ്ലാസ്റ്റിക് ഇടാനും, രണ്ടാമത്തെ ലെയറിൽ അത് പൊടിക്കാനും, മൂന്നാമത്തെ ലെയറിൽ അത് ഡൈജസ്റ്റ് പൊടിച്ച് കിട്ടിയ പൊടി നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആദ്യത്തെ ലെയർ വെച്ചെന്തിനാന്ന് വെച്ചാൽ കൈയും ബ്ലേഡും തമ്മിൽ യാതൊരു രീതിയിലും ടച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഒരു ലെയറാക്കി തിരിച്ചത്. പിന്നെ ഇതിന്റെ ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സെറ്റിൽ ഏകദേശം ഒരു 10 ബ്ലേഡ് ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പൊ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വെക്കുമ്പോൾ കാര്യക്ഷമമായ രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിക് പൊടിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് മറ്റുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പറ്റും. പിന്നെ ഇത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതിന്റെ സ്വിച്ച് സൈഡിലായിട്ടാണ് ഞങ്ങൾ വെക്കുന്നത്. ഇതിന്റെ ഒപ്പം ഞങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെ പ്ലാസ്റ്റിക് പൊടിക്കുമ്പോൾ ഒരുപാട് വിഷവാതകങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ഇതൊക്കെ വരുമ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സുരക്ഷാ മാർഗങ്ങൾ എന്തായാലും നമ്മൾ ഉപയോഗിച്ച് തീരൂ, അല്ലെങ്കിൽ വളരെ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രോജക്റ്റ്. നന്ദി, നമസ്കാരം. ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രൊജക്റ്റ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലും മറ്റു ജീവജാലങ്ങൾക്ക് ഭീഷണിയാവാത്ത രീതിയിൽ പ്ലാസ്റ്റിക്കിനെ ഞങ്ങൾ കൃഷി ചെയ്തിട്ട് ഭൂമിയിൽ ഡൈജസ്റ്റ് ആക്കുന്നതാണ്. നന്ദി, നമസ്കാരം.